റെയിൽവേ സ്റ്റേഷനുകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഒരു വൃത്തിയെക്കുറിച്ചും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനുകളെ കുറിച്ചും. ഇത് എല്ലാ വർഷവും നടത്തുന്ന ഒരു സർവേയാണ്. ക്വാളിറ്റി സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രൂപ്പുകാർ എല്ലാ വർഷവും നടത്തുന്ന സർവേയാണ്. അതിൽ സ്വച്ഛ് സർവേ എന്നുള്ളൊരു പേരോടുകൂടി ഇത്തവണയായിരിക്കും ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. സ്വച്ഛ് റെയിൽ സ്വച്ഛ് ഭാരത് എന്നുള്ള പേരിലാണ് ഈ സർവേ നടന്നു വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം, റെയിൽവേ ട്രാക്കുകൾ, അവിടുത്തെ ടോയ്ലറ്റ്സ്, ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ ഗ്രീൻ ഏരിയ ഉണ്ട്. ഏതാണ്ട് 3 റെയിൽവേ സ്റ്റേഷനുകൾക്ക് ഇത്തരം ഒരു ഗ്രീൻ കോറിഡോർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ നോ സോയിലിംഗ്, ഒരു രീതിയിലുള്ള ലിറ്ററിങ്ങും പാടില്ല, ഒരു രീതിയിലുള്ള മാലിന്യപ്പെടുത്തലും പാടില്ല എന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള 3 റെയിൽവേ സ്റ്റേഷനുകളിൽ 3 വീണ പറഞ്ഞിരുന്നു. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെയിൽവേയുടെ സുരക്ഷിതത്വത്തെയും റെയിൽവേയുടെ ശുചിത്വത്തെയും ഒക്കെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അടുത്ത സെഗ്മെന്റ് കഴിഞ്ഞിട്ട് വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ, ചൈനീസ് വാസ്തുവിദ്യാ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് കുബേര ക്ഷേത്രത്തെക്കുറിച്ചാണ്. തീർത്തും ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയവും കൂടിയാണ്. എപ്പോഴും സംശയങ്ങൾ ഉണ്ടാവുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ ആകെയുള്ള ഒരു കുബേര ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അവിടെ പ്രത്യേക ഹോമങ്ങൾ നടക്കുന്നു, യാഗങ്ങൾ നടത്തുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ കൂടുതൽ സംശയങ്ങളാണ് എപ്പോഴും മലയാളികൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ഒന്ന് സംസാരിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. സമയപരിധി മൂലം നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. ആ ഹോമത്തെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ ഈ ഹോമം ചെയ്യുന്നതിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഹോമം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്നതിനെക്കുറിച്ചായിരുന്നു. അതിൽ ഒന്നാമത് ഇതൊരു ഹോമ തെറാപ്പിയാണ്. നമുക്ക് അസുഖങ്ങൾ മാറുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സ്കിൻ ഡിസീസ്, ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാരം നമുക്കെടുത്തിട്ട് പുരട്ടി കഴിഞ്ഞാൽ അത് മാറും. വളരെ നല്ല രീതിയിൽ നമുക്ക് ഭക്തി നിർഭരമായിട്ടുള്ള രീതിയിൽ ആണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ ഇത് ചെയ്യുന്നത്. ശരിക്കും ഈ ഹോമം ചെയ്യുവാൻ വെറും 3 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒരു അരമണിക്കൂറോളം ഈ ഹോമത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ബ്രീത്തിങ് ടെക്നിക്കാണ്. തീറ്റ ലെവൽ ബ്രീത്തിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു. ഒത്തിരി പേഷ്യൻസ് നമുക്ക് അവിടെ വരാറുണ്ട്. സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റുകളിലും അങ്ങനെയൊക്കെയുള്ള വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം ഹോമം ചെയ്യുന്നതിന് പരിമിതികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ ഒരു ഹോമം നടത്തി ഭസ്മം വീട്ടിൽ കൊണ്ടുപോയി ഭസ്മം വീട്ടിൽ കൊണ്ട് എല്ലാവർക്കും, ഇപ്പം ക്ഷേത്രത്തിൽ വന്ന് ഹോമം ചെയ്യുന്ന എല്ലാവർക്കും ആ ഹോമം അവർ ചെയ്യുന്നതിൻ്റെ ആ ഭസ്മം വീട്ടിൽ കൊടുത്തുവിടാറുണ്ട്. ആ വീട്ടിൽ കൊണ്ടുപോയി എല്ലായിടത്തും കലക്കി തളിക്കാനുണ്ട്. പിന്നെ നേരത്തെ വീണ് പറഞ്ഞതുപോലെ ഈ ഫ്ലാറ്റുകളിൽ നിന്നും ഈ ഹോമം അഗ്നിഹോത്രം ചെയ്യുന്നതിന് അധികം സ്പേസ് ഒന്നും ആവശ്യമില്ല. ഇതൊരു 6 ഇഞ്ച് സ്ക്വയർ ആയിട്ടുള്ള ചെറിയൊരു മിനിയേച്ചർ ഇതാണ്. ഒരു പിരമിഡ് ടൈപ്പിലുള്ള ഒരു ഇതാണ്. അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ചൊന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അത്രയും വളരെ നല്ല രീതിയിൽ ഒരു പിരമിഡ് ടൈപ്പിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ വീടുകളിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് വീടുകളിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ കൃത്യത വേണം. ഡെയിലി സൂര്യ ഉദയത്തിനും അസ്തമയത്തിനുമാണ് നമ്മൾ ഈ ഹോമം ചെയ്യുന്നത്. എന്നാലേ കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു എഫക്റ്റ് വീട്ടിൽ കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെ ആ ഹോമം ആ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഈ ഹോമം ഉണ്ടാകും? എല്ലാ ദിവസവും, ഞായറാഴ്ച, ആഴ്ചയിൽ 3 ദിവസമേ ഈ ക്ഷേത്രം തുറക്കത്തുള്ളൂ. കാരണം എന്താണ്, ഈ ശരിക്കും നേരത്തെ ചൊവ്വയും വെള്ളിയുമായിരുന്നു ക്ഷേത്രം നട തുറന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ സുജോക്ക് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് പല ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് നമുക്കൊരു 3 ദിവസം അടുപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞായറാഴ്ച വന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അങ്ങനെ 3 ദിവസം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ വെള്ളിയാഴ്ച ഒഴിവാക്കിക്കൊണ്ട് പകരം തിങ്കളാഴ്ച, ഞായറാഴ്ച ഓൾറെഡി ഉണ്ട്, ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ നമ്മളത് ക്ഷേത്രം തുറന്ന് ഇപ്പം പൂജയുണ്ട്. അപ്പോൾ ഹോമം, ഈ നമ്മുടെ അഗ്നിഹോത്രം നടക്കുന്നത് ഞായറാഴ്ച മാത്രമാണ്. ഞായറാഴ്ച രാവിലെ 8:30 മണിയാകുമ്പോൾ ക്ഷേത്രത്തിൽ അഗ്നിഹോത്രം ആരംഭിക്കും. ഇപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്ക് ഏകദേശം ഒരു 40ഓളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. കൊല്ലം, എറണാകുളം, കോഴിക്കോട് നിന്ന് വരുന്നുള്ള ആൾക്കാർ വരെ ഇതിനകത്ത് വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം മിനിമം 3 ഹോമത്തെങ്കിലും തുടർച്ചയായിട്ട് പങ്കെടുക്കണമെന്നാണ്. തുടർച്ചയായിട്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടും. ഒരു ഹോമത്തിൽ പങ്കെടുത്താലും ഗുണം കിട്ടത്തില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഹോമത്തിൽ പങ്കെടുക്കാം. ഞായറാഴ്ച ദിവസങ്ങളാണ് ക്ഷേത്രത്തിൽ അഗ്നിഹോത്രം ഉള്ളത്. ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുന്ന എത്ര മണി തൊട്ടാണ്? രാവിലെ 5:30 മണിക്ക്. 5:30 മണി മുതൽ
ഒരു 11-12 മണി വരെ ഉണ്ടാവും. പിന്നെ മാസത്തിൽ 2ാമത്തെ ഞായറാഴ്ച കുറച്ചൊരു പ്രത്യേകതകളൊക്കെ ആ ക്ഷേത്രത്തിലുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ക്ഷേത്രം മറ്റുള്ള ക്ഷേത്രത്തെക്കാൾ കുറച്ച് പ്രത്യേകതയാണ്. നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആ ക്ഷേത്രത്തിൽ വച്ച് തന്നെ പരിഹരിച്ചു കൊടുക്കേണ്ടതാണ്. മലയാള മാസം 2ാമത്തെ ഞായറാഴ്ച നമുക്ക് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജയുണ്ട്. അന്നും അഗ്നിഹോത്രമുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി പ്രത്യേകതകളാണ് ആ ക്ഷേത്രത്തിലുള്ളത്. മാത്രമല്ല പല വീടുകളിൽ നമുക്ക് കുബേര പ്രതിമകൾ വയ്ക്കാറുണ്ട്. കുബേരൻ ഇതേപോലത്തെ കുബേര പ്രതിമകൾ വയ്ക്കാറുണ്ട്. പക്ഷേ ഇത് വെറുതെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതിന് ഉപയോഗമൊന്നുമില്ല. അതൊന്ന് എനർജൈസ് ചെയ്യണം. എനർജൈസ് ചെയ്യണതിന് ഞാൻ പല വീടുകളിൽ ഞാൻ ചെന്ന് ചെയ്തു കൊടുക്കുന്ന വീടുകളിൽ അത് എനർജൈസ് ചെയ്യേണ്ട രീതികൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ക്ഷേത്രത്തിൽ വെച്ചാണെങ്കിൽ കുബേര പ്രതിഷ്ഠ, കേരളത്തിലെ ആദ്യത്തെ കുബേര ക്ഷേത്രമാണ്. ആ കുബേര പ്രതിഷ്ഠയുടെ ഫ്രണ്ടിൽ വെച്ച് ഇതിന് പ്രത്യേകിച്ചൊരു എനർജൈസിങ് ഉണ്ട്. കാരണം ഈ കുബേരന് തന്നെ നമ്മൾ ഈ ലാഫിംഗ് ബുദ്ധ പല ടൈപ്പുണ്ട്. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ഈ ഗോൾഡൻ കളറുണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ കളറുണ്ട്. ഉപയോഗിക്കാറില്ല. നമ്മൾ ഈ ഗോൾഡൻ കളറാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. പക്ഷേ ഇങ്ങനെ പല ടൈപ്പുണ്ട്. ഈ പല ടൈപ്പ് ലാഫിംഗ് ബുദ്ധകളിലും പല പ്രത്യേകതകളാണ്. അപ്പം ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലാഫിംഗ് ബുദ്ധ ഓരോ ടൈപ്പ്, ഇപ്പോൾ ഗോൾഡൻ കളർ ലാഫിംഗ് ബുദ്ധയിൽ വേറൊരു ടൈപ്പ് മന്ത്രം ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ ഗ്രീനിൻ്റെ ഒരു മന്ത്രം ഉപയോഗിക്കേണ്ടത്. അപ്പം ഈ സ്പെഷ്യൽ ഇങ്ങനെയുള്ള ലാഫിംഗ് ബുദ്ധകളിൽ പലതിനും പല ടൈപ്പ് മന്ത്രങ്ങളാണ്, പല ഗുണങ്ങൾക്ക് വേണ്ടിയാണ്. അതിനെക്കുറിച്ച് ഇപ്പം ഓരോ എപ്പിസോഡ് തന്നെ വേണം ഒന്നിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തരാം. നമുക്കത് വരും എപ്പിസോഡിൽ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഓരോ മന്ത്രങ്ങൾ ഉപയോഗിച്ച് കുബേര ക്ഷേത്രത്തിനകത്ത് വെച്ചാണ് നമ്മളത് എനർജൈസ് ചെയ്യുന്നത്, അത് പൂജിച്ച് തരുന്നത്. അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് അത് അപ്പോഴേ ഇതിനെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് തികച്ചും ഈ എന്താ പറയുക, ഞാൻ ഇന്ന സാധനം പൂജിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയില്ല, അവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഈ ലാഫിംഗ് ബുദ്ധയുടെ നേരെ മുകളിൽ നമ്മൾ ആ കൈ വയ്ക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നൊരു ചെറിയൊരു ലൈറ്റ് കാറ്റ് കയ്യിലടിക്കും. റൈക്കി മുഖേന നമുക്കൊക്കെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമോ? റൈക്കിക്ക് അറിയാവുന്ന ഒരു ശാഖയാണോ? അല്ല, ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്, റൈക്കി കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ റൈക്കി അറിയാവുന്നവർക്ക് ഇത് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാവും. ഇതിൽ നിന്ന് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു തണുത്ത കാറ്റ് കയ്യിലടിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ്, അത് അതിൻ്റെ ഒരു ഓറയുടെ ഇതാണ്. അതിന് നമുക്ക് എത്രത്തോളം ലെങ്ത് കിട്ടുന്നുണ്ടോ, ഇപ്പോൾ ചിലതൊക്കെ 1 മീറ്റർ 2 മീറ്റർ ഒക്കെ കിട്ടും. അത്രത്തോളം നമ്മൾ എനർജൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുവച്ച് നമ്മളത് വീട്ടിൽ കൊണ്ട് വയ്ക്കുക. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത, നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം, ഒരു 100 രൂപ വരുമാനം കിട്ടണമെങ്കിൽ 1 രൂപ അതിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുക. അല്ല, ഈ ലാഫിംഗ് ബുദ്ധയുടെ ഫ്രണ്ടിൽ വയ്ക്കുക. അത് ക്ഷേത്രത്തിന് വരുമാനം കൂട്ടാനുള്ള ഇതല്ല പറഞ്ഞത്. അത് കൊണ്ടുവച്ച് കഴിയുമ്പോൾ അത് അവർ കൊണ്ടുവരുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ അന്നദാനമോ കാര്യങ്ങളോ എന്തെങ്കിലും 21 ദിവസത്തിനകത്ത് ഇത് ക്ഷേത്രത്തിലോട്ട് കൊണ്ടുവരണം. 21 ദിവസത്തെ സമയം എന്നുള്ളത്. 21 ദിവസം കഴിയുമ്പോൾ വീണ്ടും കൊണ്ട് നമുക്കൊന്നും കൂടെ എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ക്ഷേത്രത്തോട്ട് വരുവാനുള്ളൊരു ഇതും ഉണ്ടാവും. ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള എഫക്റ്റും അവർക്ക് കിട്ടും. ഈ ലാഫിംഗ് ബുദ്ധ എല്ലാ 21 ദിവസത്തിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് എനിക്ക് 21 ദിവസം അങ്ങോട്ട് കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, അങ്ങനെയല്ല. സമയം ഉള്ളപ്പം കൊണ്ടുവന്നാൽ മതി, നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. ഞായർ, തിങ്കൾ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ലാഫിംഗ് ബുദ്ധ എനർജി, അതാണ് മറ്റൊരു പ്രത്യേകത. കാരണം കുബേരക്ഷേത്രം കേരളത്തിൽ മാത്രമേ ഇല്ലാതുള്ളൂ, തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴും നമ്മളൊരു അർച്ചനയോ കാര്യങ്ങളോ എന്തെങ്കിലും കുബേരാർച്ചന നടത്താറുണ്ട്. അതിൽ ഇത് ഇവിടെ ചെറിയൊരു ലാഫിംഗ് ബുദ്ധി കൂടെ ആണ് എല്ലാവർക്കും തന്ന് വീട്ടിലോട്ട് വിടുന്നത്. അപ്പം വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് ഈ ലാഫിംഗ് ബുദ്ധ എനർജൈസ് ചെയ്യാൻ പറ്റും. അതൊരു മറ്റൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിൻ്റെ. അടുത്ത ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഴയ ഏകദേശം ഒരു 100 വർഷത്തേക്ക് മുന്നേ പഴക്കമുള്ള, 100 അവിടുത്തെ ആൾക്കാരുടെ ഇതനുസരിച്ച് 100 വർഷം അവരുടെ കപ്പൂപ്പന്മാരുടെ കാലത്തെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അത് അടച്ചിട്ടൊക്കെയായിരുന്നു. അപ്പോൾ ഈ കുബേരക്ഷേത്രം, അത് കുബേരക്ഷേത്രം ഇപ്പോഴാണ് വെച്ചിട്ടുള്ളത്. നേരത്തെ ചാമുണ്ഡി ദേവിയുടെ ഒരു പ്രതിഷ്ഠയും അതിനകത്തുണ്ട്. അതിനകത്തൊരു തമ്പുരാൻ്റെ പ്രതിഷ്ഠയുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഈ അഗ്നിക്കാഴ്ച എന്ന് പറയുന്ന ഇത് തമ്പുരാന് കാണിക്കുന്നുണ്ട്. അഗ്നിക്കാഴ്ച. ഈ അഗ്നിക്കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ചട്ടിയിൽ നിറയെ എണ്ണയും അതിനകത്ത് എള്ള് തിരിവച്ച് നമുക്ക് സ്വന്തമായിട്ട് അത് കത്തിച്ചതിന് ശേഷം അത് നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ് ക്ഷേത്രത്തിലും ഒഴിഞ്ഞ് അവിടെ കൊണ്ടുവയ്ക്കാം. ഈ അഗ്നിക്കാഴ്ച നമ്മുടെ സാധാരണ തെക്കൻ കേരളം, അതായത് തമിഴ്നാട് ഭാഗത്തോട്ടൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് അഗ്നിക്കാഴ്ച ഉള്ളത്. തമ്പുരാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ഈ അഗ്നിക്കാഴ്ച. അത് ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും ദുഃഖമോ ദുരിതമോ ഒക്കെ ഉണ്ട സമയത്ത് ഈ അഗ്നിക്കാഴ്ച ചെയ്യുമ്പോഴും അത് മാറ്റം ഉണ്ടാവും. ഇപ്പം എന്താ പറയുക, ഒരു തൊഴിൽ തടസ്സം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും താൻ ബാധി ദൈവം ബാധി എന്നാണ്
നമുക്ക് അങ്ങനെ ഒന്നും സമർപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മാറിയിട്ടുണ്ട്. വിവാഹമൊക്കെ നടക്കാതിരുന്നപ്പോൾ ഈ അഗ്നി കാഴ്ചയൊക്കെ അവിടെ നടത്തിയപ്പോൾ അതിനകത്ത് വിവാഹ തടസ്സമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ അടുത്തൊരു പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ ഒരു പ്രതിഷ്ഠയാണുള്ളത്. കുട്ടികളില്ലാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക, അവിടെ വന്ന് മണി കെട്ടുക. കാരണം കൊല്ലത്ത് ഒരു ക്ഷേത്രത്തിൽ മണി കെട്ടുന്നുണ്ടായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഈ ക്ഷേത്രത്തിന് മണി കെട്ടുന്ന സമ്പ്രദായമുണ്ട്. 7 മണി കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മാറ്റും. 7 ദിവസമായിട്ട് കെട്ടാനോ? 7 പ്രാവശ്യമായിട്ട് 7 ദിവസമായിട്ട് 7 പ്രാവശ്യമായിട്ട് കൊണ്ട് മണി കെട്ടിയിട്ട് അവസാനത്തെ ദിവസം ഒരു പൊങ്കാലയും കൂടെ നമ്മളിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു തടസ്സം മാറി കിട്ടും. അപ്പം കുട്ടികളില്ലാത്തവർക്ക് തൊട്ടിലൊക്കെ കൊണ്ട് കെട്ടുന്നുണ്ട് അവിടെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു എന്താ പറയുക, എല്ലാ ക്ഷേത്രത്തിലും നടത്തുന്ന പൂജകൾ പോലെ തന്നെ വിശേഷിച്ച് നടത്തുന്നത് അഗ്നിഹോത്രവും കുബേര പൂജയും ഈ അഗ്നി കാഴ്ചയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ഒത്തിരി നടത്തുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശന സഹിതം വിളിക്കുക. നേരിട്ട് കാണണമെന്നുള്ളവർ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റും. നമസ്കാരം.